നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമായിരുന്നു രാജ്യത്തിന് ആകാശത്തോളം അഭിമാനം നൽകിക്കൊണ്ട് ആകാശ എയർ പ്രവർത്തനം ആരംഭിച്ചത്. ഏറെ ഇടവേളകൾക്ക് ശേഷം പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ഒരു ചരിത്രം കൂടി ഇന്ത്യ എഴുതി ചേർത്തു. അങ്ങനെ ആകാശ എയറിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ഇവരാണ്. ഇത്തരത്തിൽ റിസ്ക് എടുക്കാനുള്ള ധൈര്യവും ഭാഗ്യവും ഒപ്പം നിന്നതോടെ ഓഹരി വിപണിയിലൂടെ മാത്രം ശതകോടീശ്വരനായി മാറിയ ഇന്ത്യയുടെ വാരൻ ബഫറ്റായി അറിയപ്പെടുന്ന രാകേഷ് ജുൻജുൻവാല വിടവാങ്ങിയിരിക്കുന്നു. ഓഹരി വിപണിയിൽ നിന്നുണ്ടാക്കിയ സമ്പാദ്യവുമായി ആകാശ സ്വപ്നം പൂവണിഞ്ഞ മുഹൂർത്തത്തിലാണ് ഇത്തരത്തിലൊരു അപ്രതീക്ഷിത വിടവാങ്ങൽ വന്നത്. ജുൻജുൻവാല സ്ഥാപിച്ച ആകാശ എയർ വിമാന കമ്പനി ഓഗസ്റ്റ് 7-നാണ് പറന്നു തുടങ്ങിയത്. ആ സ്വപ്നവും സഫലമായി. കൃത്യം ഒരാഴ്ച തികയുമ്പോൾ മരണം അദ്ദേഹത്തെ തേടിയെത്തി. കടം വാങ്ങിയ 5000 രൂപയുമായി ഓഹരി കമ്പോളത്തിലിറങ്ങിയ ഷെയർ മാർക്കറ്റ് രാജാവായി മാറിയതാണ് രാകേഷ് ജുൻജുൻവാലയുടെ ചരിത്രം. 1985-ൽ സഹോദരന്റെ സുഹൃത്ത് കടമായി നൽകിയ 5000 രൂപയുമായി ഷെയർ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് കേവലം 25 വയസ്സ് മാത്രമായിരുന്നു പ്രായം എന്നത്. അങ്ങനെ ഫോബ്സ് മാസികയുടെ പട്ടിക നോക്കിയാൽ ഇന്ത്യയിലെ 36ാമത്തെ ധനികൻ കൂടിയാണ് ജുൻജുൻവാല. മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൈവശമുള്ള ഓഹരിയുടെ മതിപ്പ് വില ഏകദേശം 26,000 കോടിയോളമാണ്. ആസ്തി 42,000 കോടിക്ക് മേലെയും. സെൻസെക്സ് കേവലം 150 പോയിന്റിൽ ട്രേഡ് ചെയ്യുന്ന കാലത്താണ് അദ്ദേഹം ഓഹരി കമ്പോളത്തിലേക്ക് എത്തിയത്. സെൻസെക്സിന്റെയും നിഫ്റ്റിയുടെയും കുതിപ്പിനൊപ്പം രാകേഷ് ജുൻജുൻവാലയും കുതിച്ചു. ബാങ്കിലിട്ടാൽ 10% പലിശ കിട്ടുന്ന കാലത്ത് 10% പലിശ വാഗ്ദാനം ചെയ്താണ് 5000 രൂപ കടം വാങ്ങിയത്. ആദ്യം വാങ്ങിയത് ടാറ്റ ടീയുടെ ഓഹരി. 43 രൂപയ്ക്ക് വാങ്ങിയ ഓഹരി 3 മാസം കൊണ്ട് 143 രൂപയായി. അരങ്ങേറ്റത്തിൽ തന്നെ 3 ഇരട്ടി ലാഭം കുറിച്ചു. അങ്ങനെ പറഞ്ഞ വാക്ക് അദ്ദേഹം കൃത്യമായി തന്നെ പാലിച്ചു. കടം വാങ്ങിയ പണം പലിശ സഹിതം തിരിച്ചു കൊടുത്തു. പിന്നെയും കടം വാങ്ങി 5 ലക്ഷം. വാങ്ങിയ ഓഹരികൾ കുതിച്ചു കയറുകയാണ് ചെയ്തത്. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി ഇതുവരെ വന്നിട്ടില്ല. ഇത്തരത്തിൽ ജുൻജുൻവാല വാങ്ങുന്ന ഓഹരികൾ ഏതെന്ന് നോക്കി വാങ്ങാൻ പിന്നെ ആളുകൾ മത്സരിക്കാൻ തുടങ്ങി. ആ വിശ്വാസം പലപ്പോഴായി ജുൻജുൻവാലയെ ലാഭത്തിൽ നിന്ന് വൻ ലാഭത്തിലേക്ക് നയിക്കുകയാണ് ചെയ്തത്. നല്ല ഓഹരികൾ നോക്കി വാങ്ങുന്ന ജുൻജുൻവാല വിജയമന്ത്രം അദ്ദേഹത്തെ കോടീശ്വരനാക്കിയിരുന്നു. മരിക്കുമ്പോൾ 37 ഓഹരികളാണ് ജുൻജുൻവാലയുടെ പോർട്ട്ഫോളിയോയിലുള്ളത്. എന്നാൽ അതുക്കും മേലെ ചെലവ് കുറഞ്ഞ വിമാനയാത്ര വാഗ്ദാനം ചെയ്താണ് അദ്ദേഹം വിമാന കമ്പനി സ്ഥാപിച്ചതും. അത് പറന്നു തുടങ്ങിയതും അങ്ങനെയായിരുന്നു. തന്റെയും ഭാര്യ രേഖയുടെയും പേരിന്റെ ആദ്യ 2 അക്ഷരങ്ങൾ ചേർത്ത് റെയർ എന്റർപ്രൈസസ് തുടങ്ങി. മികച്ച ഷെയർ ട്രേഡിംഗ് കമ്പനിയായി അത് വളരുകയാണ് ചെയ്തത്. അങ്ങനെ ജുൻജുൻവാലയ്ക്ക് ഓഹരിയിലൂടെ ഏറ്റവും ലാഭം നൽകിയത് ടൈറ്റൻ കമ്പനിയാണ്. 20 വർഷം മുമ്പ് 3 രൂപ മുതൽ 5 രൂപ വരെ വിലയുണ്ടായിരുന്നപ്പോൾ ടൈറ്റൻ ഓഹരികൾ വാങ്ങി തുടങ്ങിയിരുന്നു. അദ്ദേഹത്തിനും ഭാര്യയ്ക്കുമായുള്ളത് 4,48,50,970 ടൈറ്റൻ ഓഹരികളാണ്. അതായത് 2 പേരുടെയും ടൈറ്റനിലെ ഓഹരി പങ്കാളിത്തം 3.98%. കമ്പനിയുടെ ഒരു ഓഹരിയുടെ ഇപ്പോഴത്തെ വില 2,470 രൂപയാണ്. ഓഹരി വിപണിയിൽ ജുൻജുൻവാലയ്ക്ക് കണക്കുകൂട്ടൽ പിഴച്ച കഥയുമുണ്ട്. 2005-ൽ കൈവശമുണ്ടായിരുന്ന ക്രീസിലെ ഓഹരികൾ വിറ്റ് കിട്ടിയ 27 കോടി കൊണ്ട് മുംബൈയിൽ ഫ്ലാറ്റ് വാങ്ങി. അതിന്റെ മതിപ്പ് വില ഇന്ന് ഏകദേശം 80 കോടിക്കടുത്താണ്. എന്നാൽ ക്രിസിലിന്റെ വില കുത്തനെ കയറി. ആ 27 കോടിയുടെ ക്രിസിൽ ഓഹരിയുടെ മൂല്യം 800 കോടിയോളമായി വർദ്ധിച്ചു. അന്ന് അത് വിറ്റത് തെറ്റായ തീരുമാനമായി പോയി. പക്ഷേ അതിനെ പഴിച്ചിട്ട് കാര്യമില്ല. പിഴവിനെ പിഴവായി അംഗീകരിക്കുക. അത് അംഗീകരിച്ചാൽ മാത്രമേ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കൂ എന്നാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞതുപോലും. അതേസമയം ഓഹരിയിൽ നിന്ന് പണമുണ്ടാക്കാൻ 2 രീതിയുണ്ടെന്നാണ് അദ്ദേഹം പറയാറുള്ളത്. ഒന്ന് ദീർഘകാല നിക്ഷേപമായി കാണുക, മറ്റൊന്ന് ട്രേഡിംഗ് ആയും. ഇന്ത്യൻ ഓഹരി വിപണിയെ പിടിച്ചുകുലുക്കിയ ഹർഷത് മേത്ത കുംഭകോണക്കാലത്ത് അദ്ദേഹം ബുദ്ധിപരമായി നീങ്ങിയിരുന്നു. ബെയർ കോട്ടിലെ ഭാഗമായി ഷോർട്ട് സെല്ലിംഗിലേക്ക് തിരിഞ്ഞു. തുടർച്ചയായി ലാഭമെടുത്തു. വിലയിടിഞ്ഞപ്പോൾ വാങ്ങിക്കൂട്ടി. തകർന്ന വിപണിയിൽ നിന്ന് എങ്ങനെ പണമുണ്ടാക്കാമെന്ന് അദ്ദേഹം തെളിയിച്ചു. ഹർഷത് മേത്ത കുംഭകോണത്തെ തുടർന്നുള്ള അന്നത്തെ തകർച്ച 1 മാസം കൂടി തുടർന്നിരുന്നെങ്കിൽ പാപ്പരായേനെന്നും അദ്ദേഹം ഒരിക്കൽ വെളിപ്പെടുത്തുകയുണ്ടായി. 3 സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചു. അതിലേറെ ശ്രദ്ധിക്കപ്പെട്ടത് നിർമ്മാണ പങ്കാളിയായ ഇംഗ്ലീഷ് വിംഗ്ലീഷ് ആയിരുന്നു. ഹംഗാമ ഡിജിറ്റൽ മീഡിയയുടെ ചെയർമാനായിരുന്നു അദ്ദേഹം. രാജസ്ഥാനിലെ ജുൻജുനു സ്വദേശിയായതിനാലാണ് പേരിനൊപ്പം അദ്ദേഹം സ്ഥലനാമവും ഒപ്പം കൂട്ടിയത്. വിമാന കമ്പനികൾ പലതും നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയ ഇന്ത്യൻ വിമാന കമ്പനികളുടെ ചരിത്രം നിൽക്കുമ്പോഴാണ് അദ്ദേഹം ആകാശ എയർ പ്രഖ്യാപിച്ചത്. 40% ഓഹരി പങ്കാളിത്തമാണ് വിമാന കമ്പനിയിൽ ജുൻജുൻവാലയ്ക്കുള്ളത്. ഇൻഡിഗോയുടെ മുൻ പ്രസിഡന്റ് ആദിത്യ ഘോഷിനെയും ജെറ്റിന്റെ പഴയ CEO വിജയ് ദുബെയെയും കൂട്ടിയാണ് അദ്ദേഹം കമ്പനി സ്ഥാപിച്ചത്.
ബോയിങ് 737 മാക്സ് ഫ്ലൈറ്റിന്റെ 72 വിമാനങ്ങൾക്കാണ് കമ്പനി ഓർഡർ കൊടുത്തിരിക്കുന്നത്. 375 കോടിയാണ് ഇതിന്റെ ബഡ്ജറ്റ് എന്നത്. 2 എയർ 3 എയർ നഗരങ്ങളെ ബന്ധിപ്പിച്ച് ചെലവ് കുറഞ്ഞ വിമാനയാത്രയാണ് ആകാശ ലക്ഷ്യമിട്ടത്. പറന്നു തുടങ്ങിയ ആദ്യ ദിവസം മുതൽ ലാഭത്തിലായ റയാൻ എയറിന്റെ വിജയചരിത്രമാണ് അദ്ദേഹം മാതൃകയായി ഉയർത്തിക്കാട്ടിയത്. നിങ്ങളുടെ ആകാശം, ഇറ്റ്സ് യുവർ സ്കൈ എന്നാണ് കമ്പനിയുടെ ടാഗ് ലൈൻ. 60 വയസ്സ് തികഞ്ഞ ഘട്ടത്തിൽ അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി. തന്റെ സ്വത്തിന്റെ 25% ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി നീക്കിവെക്കാൻ തീരുമാനിച്ചു. നവി മുംബൈയിൽ കണ്ണാശുപത്രി സ്ഥാപിക്കുകയും 15,000 പേർക്ക് നേത്ര ശസ്ത്രക്രിയ സൗജന്യമായി നടത്തുകയും ചെയ്തതായിരുന്നു അദ്ദേഹം ഏറ്റവും പ്രധാനം. അങ്ങനെ കൂടുതൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി. ഇത്തരത്തിൽ ഒട്ടനവധി കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത്. എന്നാൽ ഇതാ ഷെയർ ട്രേഡിംഗിലേക്ക് കടക്കുന്ന ആളുകൾ കൂടുന്നു. വലിയ ആവേശം പകരുന്ന ചൂതാട്ടമാണ്. പക്ഷേ അതിലിറങ്ങി കളിച്ച 99% പേർക്കും കാശുപോയി എന്ന സത്യം ഓർക്കണമെന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചത്. ഷെയർ മാർക്കറ്റിൽ നിന്ന് മാത്രം തന്റെ സമ്പാദ്യത്തിന്റെ 98% ഉണ്ടാക്കിയ ഒരാളാണ് ഇത് പറഞ്ഞത്. ആകാശ എയർ പറക്കാൻ ഒരുങ്ങവേ അദ്ദേഹം എന്തുകൊണ്ട് വിമാന കമ്പനി തുടങ്ങുന്നുവെന്ന് ഒരുപാട് പേർ ചോദിച്ചു. എനിക്ക് പറയാനുള്ളത്, പരാജയം നേരിടാൻ ഞാൻ തയ്യാറാണെന്നാണ്. ശ്രമിച്ച് പരാജയപ്പെടുന്നത് ശ്രമിക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ? വിമാന കമ്പനിയുടെ ഭാവി അറിയാൻ കാത്തു നിൽക്കാതെ അദ്ദേഹം വിടവാങ്ങി. ഇന്ത്യൻ ഓഹരി രാജാവ് ബിഗ് ബുള്ളിന് വിട പറയുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലുടനീളം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.